യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും മെറി ക്രിസ്മസ്. ഞങ്ങൾ ഇന്ന് നമ്മുടെ 24th ഈവനിങ് ആണ്. ഞങ്ങൾ ചർച്ചിൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് 24th നൈറ്റിലാണ് ക്രിസ്മസിൻ്റെ സർവീസ്. സാധാരണ നമുക്ക് 25th ഏർലി മോർണിംഗിലാണ്, പക്ഷേ ഈ വർഷം നമുക്ക് 24th നൈറ്റിലാണ്. അപ്പം ഞങ്ങൾ ചർച്ചിലേക്ക് പോകാൻ വേണ്ടി റെഡി ആവുകയാണ്. നമുക്ക് റെഡി ആവുന്ന വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. പിന്നെ ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടി കേട്ടോ. അത് കൂടുതലും കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആ ഗിഫ്റ്റും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റ് എല്ലാം നമ്മളെ ക്രിസ്മസ് ട്രീയുടെ അടി വെക്കും. പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ അന്നാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഇവിടെ ഞങ്ങൾ ക്രിസ്മസ് സർവീസിന് പോകാനായിട്ട് റെഡി ആവുകയാണ്. ചർച്ചിലോട്ട് പോകാനായിട്ട് റെഡി ആവുകയാണ്. അപ്പോൾ ഈ വർഷം ഞങ്ങൾക്ക് 24th നൈറ്റിലാണ് ക്രിസ്മസിൻ്റെ സർവീസ് ചർച്ചിൽ. അപ്പോൾ ഞങ്ങളുടെ ചർച്ചിലോട്ട് പോകാൻ വേണ്ടി ഗെറ്റിംഗ് റെഡി ഫോർ ചർച്ച്. അപ്പോൾ ഞാൻ കുറേ ഏത് സാരി കൊടുക്കണം കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഫൈനലി ഞാൻ സെലക്ട് ചെയ്ത ഈ സാരിയാണേ. ഇത് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, ഫസ്റ്റ് ടൈം കൊടുക്കുകയാണ്. പനി പിടിച്ച് എൻ്റെ സൗണ്ടെല്ലാം പോയി. ഇവിടെ അയൺ ചെയ്ത് റെഡിയാക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്രീൻ ഓർ റെഡല്ലേ ക്രിസ്മസിന്? ഇത് റെഡല്ല, ഒരു റെഡിഷ് മെറൂണാണ്. അപ്പോൾ ഇത് എടുത്തുകൊണ്ട് പോകുമെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ മേക്കപ്പൊക്കെ കഴിഞ്ഞേ. ഞാൻ ആദ്യം ലോഷൻ അപ്ലൈ ചെയ്തു, ഫേസ് ലോഷൻ, പിന്നെ സൺസ്ക്രീൻ. പിന്നെ ഇപ്പോൾ വെയിലൊന്നും ഇല്ല, പിന്നെ ഈ ലൈറ്റ് അടിച്ചാലും നമുക്ക് പ്രോബ്ലമാണ്. എൻ്റെ ഒത്തിരി സെൻസിറ്റീവ് സ്കിന്നായതുകൊണ്ട് ഞാനപ്പോൾ സൺസ്ക്രീനും അപ്ലൈ ചെയ്തു. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് കൺസീലർ, നമ്മുടെ ഡാർക്ക് സ്പോട്ടൊക്കെ ഒന്ന് കവർ ചെയ്യാൻ കുറച്ച് കൺസീലർ വെച്ച് അടിച്ചു. അങ്ങനെ മേക്കപ്പൊക്കെ ഓൾമോസ്റ്റ് കഴിയാറായേ. ഞാൻ പിന്നെ ഇത് ഈ കളർ സ്റ്റേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ പൗഡർ അത് അപ്ലൈ ചെയ്തു. അങ്ങനെ എല്ലാം കൂടി ആയി. പിന്നെ ഞാൻ ഒരു ഫേസ് സിറം അപ്ലൈ ചെയ്തു, പിന്നെ ഒരു സെറ്റിംഗ് സ്പ്രേ അടിച്ചു, അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ വിനെ അടിച്ചേ. നമ്മുടെ ഒരു ചീക്സിലൊക്കെ ഒരു അടിപൊളി ഒരു കളറാകാൻ വേണ്ടിയിട്ട് ഞാനൊരു ബ്ലഷ് കൂടെ അടിച്ചു കൊടുത്തു. ഒരു ലിറ്റിൽ ബിറ്റ് ബ്ലഷ്, ക്രിസ്മസൊക്കെ അല്ലേ, ഇരിക്കട്ടെന്ന് വിചാരിച്ചു. പിന്നെ ലിപ് ലൈനറ്, ലിപ്സ്റ്റിക്ക്. പിന്നെ ലിപ്സ്റ്റിക്ക് ഇച്ചിരി ലൂസായിട്ടിരിക്കാനായിട്ട് ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തു. പിന്നെ ഐലൈനറിൻ്റെ ലാക്മി അല്ല, ഇപ്രാവശ്യം ഞാൻ ഈ ഐലൈനർ കൊണ്ടാണ്, ലാക്മിയുടെ തന്നെ വേറൊരെണ്ണം. ഈ ഐലൈനർ കൊണ്ട് ഈ ഐലൈനറ് അപ്ലൈ ചെയ്തു, മസ്കാര അപ്ലൈ ചെയ്തു. പിന്നെ പുരിക ഒന്ന്, നമ്മുടെ ഐബ്രോസ് ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ഇതിൻ്റെ അറ്റത്തൊരു ബ്രഷ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. അത്രയൊക്കെ റെഡിയായി. ക്രിസ്മസിന് ഇനി സാരി എടുക്കുക, ബ്ലൗസ് എടുക്കുക, റെഡിയായി പോവുക. അങ്ങനെ സാരിയൊക്കെ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ചർച്ചിലേക്ക് പോവുകയാണ്. ചർച്ചിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഏത് സാരി കൊടുത്തെന്ന് ഞാൻ കാണിക്കാം. നേരത്തെ പറഞ്ഞ സാരിയൊക്കെ അടിപൊളിയായിട്ട് എടുത്തു. നമ്മൾ കാറിൽ ഇരിക്കുകയാണ്. മമ്മിയുടെ വീട്ടിൽ നിന്ന് മമ്മിയും കൂടെ പിക്ക് ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ട്രീയുടെ അടിയിരിക്കുന്ന എല്ലാ ഗിഫ്റ്റും ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന്. ഈ ഗിഫ്റ്റ് കൂടുതലും കിട്ടിയത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കിട്ടിയ ഗിഫ്റ്റ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നതോടൊപ്പം നിങ്ങളെയും കൂടെ കാണിക്കാം. അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ചെയ്ത് മാർച്ച്. ഇതെല്ലാം എൻ്റെ ഹസ്ബൻഡിന് കിട്ടിയത് തന്നെയാണ് കേട്ടോ, ഓഫീസിൽ നിന്ന് കിട്ടിയതാണേ. എല്ലാം ചോക്ലേറ്റ്സ് ആണേ, ചോക്ലേറ്റ്സ്. ഇത് ചെസ്നട്ട് കുക്കീസാണ്, കുക്കീസ്, ചോക്ലേറ്റ്. ഇതിനകത്തോട്ടൊരു കാർഡുണ്ട് കേട്ടോ, മാർട്ടിൻ്റെ കാർഡുണ്ട്. അത് ക്രിസ്മസിൻ്റെ ഒരു കാർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് റെസ്റ്റോറൻറ്റ് കാർഡുണ്ട്. ഈ ബാഗിനകത്ത് വി ഗോയിങ് ടു നെക്സ്റ്റ് ബാഗ് ഇതാണ്. നല്ല അടിപൊളി, നിറച്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ. വാ,
നമുക്കെല്ലാം നോക്കാം. ഓ, എല്ലാം കുക്കീസ് ആൻഡ് ചോക്ലേറ്റ്സ്. ലോട്ട്സ് ഓഫ് കുക്കീസ് ആൻഡ് ചോക്ലേറ്റ്സ്. വലിയൊരു കപ്പ്. ഇതിനകത്ത് ചോക്ലേറ്റ്സ്. Wow, chocolates. Big packet of chocolates. അടുത്തൊരു അടിപൊളി ഗിഫ്റ്റ് ആട്ടോ. ഇങ്ങനത്തെ ഒരു മനോഹരമായ വെരി ബ്യൂട്ടിഫുൾ കപ്പിനകത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ്, ബിഗ് ആൻഡ് സ്മോൾ എല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചോക്ലേറ്റ്സ് വെച്ച് ഒരു അടിപൊളി ഗിഫ്റ്റാണേ. അടുത്തത് ഒരു ഹോം മെയ്ഡ് പോപ്പറിയാണേ. നല്ല രസമുണ്ട് കാണാൻ. അടുത്തത് ഞങ്ങളുടെ നെയ്ബർ തന്നാണ് കുക്കീസ്. അടുത്തത് നമുക്ക് തന്നാണ് പോസ്റ്റ് ബോക്സിൻ്റെ. ഇതിനകത്ത് വെച്ചിട്ട് നമുക്കൊരു ഇവിടുത്തെ പോസ്റ്റ് ബോക്സ് ഇങ്ങനെയാണ്. അങ്ങനത്തെ ഒരു ബോക്സിനകത്ത് നമുക്ക് കുക്കീസ് തന്നു. അതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മുടെ മെയിൽ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ തന്നെ ഗിഫ്റ്റ് കാർഡ്, കുക്കീസ്. ഇത് റെസ്റ്റോറൻറ്റ് കാർഡാണ്. ഞങ്ങൾക്കിവിടെ ഒലിവ് ഗാർഡൻ ഉണ്ട്, പിന്നെ കുറേ റെസ്റ്റോറൻറ്റുകളുടെ പേര് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടുത്തെ ഇതിലേതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾക്ക് ഈ കാർഡ് യൂസ് ചെയ്യാം. ഇത് $50 ഗിഫ്റ്റ് കാർഡാണ് കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട് 50. ഞങ്ങൾക്ക് ഏതെങ്കിലും ഇവിടെ 6 റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതിനകത്ത് ഞങ്ങൾക്ക് ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാം. $50 ഗിഫ്റ്റ് കാർഡാണ്. പിന്നെ നേരത്തെ നമുക്കൊരു ഗിഫ്റ്റ് കാർഡ് കിട്ടി. ആക്ച്വലി ഞങ്ങൾക്ക് ദിസ് ഇയർ കുറവാണ് ഗിഫ്റ്റ് കിട്ടിയത്. എൻ്റെ ഹസ്ബൻഡിന് അല്ലെങ്കിൽ ഒത്തിരിയും ഗിഫ്റ്റ് കിട്ടുന്ന. പിന്നെ വേറെ എണ്ണ ഗിഫ്റ്റൂടെ കിട്ടി. എവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ പറഞ്ഞു എല്ലാം ട്രീഡ് അടിക്കും. പിന്നെ അങ്ങനെ ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റ് കിട്ടി. പക്ഷേ ലാസ്റ്റ് ഇയറിലും അതിന് മുമ്പിലത്തെ ഇയറിലൊക്കെ ഇതിൻ്റെ ഇരട്ടി ഗിഫ്റ്റ് കിട്ടി. ഇപ്രാവശ്യം കുറഞ്ഞു പോയി. എനിവേ നമുക്ക് ലോട്ട്സ് ഗിഫ്റ്റ് കിട്ടി. ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നമുക്കൊരു ഹാപ്പി അല്ലേ. പിന്നെ നമുക്ക് ഒത്തിരി ചോക്ലേറ്റ്സൊക്കെ കിട്ടി. അടിപൊളിയായിട്ടുണ്ട്. എനിവേ വെരി ഹാപ്പി. അപ്പോൾ എൻ്റെ ക്രിസ്മസ് ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ കസിൻ്റെ വീട്ടിൽ പോകുമ്പോൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. ഓക്കേ. നമ്മുടെ ക്രിസ്മസ് ഗിഫ്റ്റ് എല്ലാം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ അടിപൊളി കുക്കീസ്, ഗിഫ്റ്റ് കാർഡ്, ചോക്ലേറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്നത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ടേക്ക് കെയർ. ബൈ ബൈ.